ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ സ്വന്തം വാഹനമായ നമ്മുടെ പോളോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ എല്ലാവരും ഡ്രീം കാറാണ്. ഇതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ഒരു വാഹനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഈ ഒരു വാഹനത്തിനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അത് നമ്മുടെ എന്താ വെച്ചാൽ കോപ്പിറൈറ്റ് വന്നിട്ട് എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നമ്മൾ 4 years എക്സ്പീരിയൻസ്, ഈ വാഹനം എടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ ഒരു ഫേവറേറ്റ് കാറും കൂടിയാണ് ഈ പോളോ എന്ന് പറയുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ വെഹിക്കിളാണ് പോളോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രേച്ചൂസ് കാർസിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം നമ്മുടെ പോളോ ഹൈലൈൻ TSI ഹൈലൈൻ ആണ് ഇതുള്ളത്. ഇത് ഞാൻ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറയാനായിട്ടുള്ള ഞാൻ GTയുടെ ബാറ്റിങ്ങും പിന്നെ ഒരു ബ്ലാക്ക് സ്പോയിലറും മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ TSI ടർബോ എഞ്ചിനാണ്, 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും കൂടിയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ചിലവർക്ക് GT ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് മാനുവൽ ആയിരിക്കും. അപ്പോൾ എനിക്കിഷ്ടം കൂടുതലും മാനുവലാണ്. എന്തൂസിയാസ്റ്റിന് ഇഷ്ടം ആ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു വാഹനം മാനുവൽ എടുത്തത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ, ഞാൻ 2020 ഒക്ടോബറിലാണ് ഈ ഒരു വാഹനം ഞാൻ എടുത്തത്. ഇപ്പോൾ നമുക്ക് ഈ 2024 ലാസ്റ്റ് ആയിട്ട് 4 കൊല്ലമായി എനിക്ക് ഈ ഒരു വാഹനം കിട്ടിയിട്ട്. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു 4 കൊല്ലത്തിൽ. ഞാൻ ഇതിന് മുന്നേ ആയിട്ട് 2019 ഞാനൊരു വാഹനം, ഒരു പോളോ 1.2 MPI എഞ്ചിൻ്റെ ഒരു വാഹനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ എനിക്ക് കുറച്ച് കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, സെക്കൻഡ് എടുത്തതിൻ്റെ കുറച്ച് പോരായ്മകളും ഉണ്ടായിരുന്നു. സെൻസേഴ്സ് ആണെങ്കിലും എപ്പോഴെപ്പോഴും എനിക്ക് പണികളായിരുന്നു ആ വാഹനത്തിന് വന്നുകൊണ്ടിരുന്നത് വെച്ചാൽ. ആ ഒരു ടൈമിലാണ് 2020 നമുക്കൊരു 1 ലിറ്റർ TSI എഞ്ചിൻ പുറത്തു വന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷോറൂമിൽ പോയിട്ട് വെറുതെ ഒന്ന് നോക്കിയതാണ്, ഒന്ന് ഡ്രൈവും ചെയ്ത് നോക്കി. ഒരു രക്ഷയില്ലാത്തൊരു വെഹിക്കിളായിരുന്നു. ഞാനൊന്നും നോക്കിയില്ല. ആ ഒരു വാഹനം എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നത് കൊടുത്ത് നേരെ ഒരു പുതിയൊരു പോളോ TSI നമ്മൾ മാനുവൽ ട്രാൻസ്മിഷൻ ഞാനെടുത്ത്, എന്താ പറയുക, ആ ഒരു 1.2 നമ്മൾ 1 ലിറ്ററിലേക്ക് മാറുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു. 1.2 എന്ന് പറയുമ്പോൾ നമുക്ക് 1198 cc ആയിരുന്നു. ഇത് നമുക്ക് 999 cc ആണ് ഈ ഒരു വാഹനം വരുന്നത്. 110 bhp. പക്ഷേ പഴയതിൽ വരുമ്പോൾ 105 bhp ആയിരുന്നു. നമുക്ക് ഈ ഒരു വാഹനത്തിൽ 110 bhpയിൽ നമുക്ക് 175 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നമുക്ക് അത്യാവശ്യം 3 സിലിണ്ടർ വരുമ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ പവറും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നതാണ്. പക്ഷേ എനിക്ക് ആ മറ്റേ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫീല് കാര്യങ്ങൾ വളരെ കുറവായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു വാഹനം രക്ഷയില്ല. ഈ വെഹിക്കിൾ എല്ലാവർക്കും ഇപ്പോഴും ഇഷ്ടം എന്ന് പറയുന്ന ഈ ഒരു ഷേപ്പ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇത് 2010 തൊട്ട് നമുക്ക് 2022 വരെയായിരുന്നു ഈ ഒരു വാഹനം നമുക്ക് ലഭിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴും ആ ഒരു ലുക്ക് കാര്യങ്ങൾ ഇപ്പോൾ വന്നാലും നമ്മൾ വാങ്ങും എന്നുള്ളൊരു ഷേപ്പ് തന്നെയാണ് ഈ ഒരു വാഹനം. എന്ന് വെച്ചാൽ കൂടുതൽ നമുക്ക് എന്താ പറയുക, എക്സ്ട്രാ ഒരു വലിയ മാറ്റങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ തന്നിട്ടില്ല. പക്ഷേ എൻജിൻ 8 രീതിയിലാണ് എൻജിനുകൾ ഈ ഒരു വാഹനത്തിന് മാറിയിട്ടുള്ളത്. അതിൽ 1.2, 1.6 ലിറ്ററിൻ്റെയും 1.5 ലിറ്ററിൻ്റെയും എൻജിൻസൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് വന്നതാണ് 1 ലിറ്ററിൻ്റെ ഒരു എൻജിൻ വന്നത്. പിന്നെ മെയിനായിട്ട് നമുക്ക് GTയിൽ വരുന്നത് നമുക്കൊരു DST ഗിയർ ബോക്സ് ഉണ്ടായിരുന്നു. അതായിരുന്നു എല്ലാവരും ഒരു ഡ്രീം എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു DST മാറ്റിയതിൽ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നെങ്കിലും, പക്ഷേ ആ ഒരു പിന്നെ നമുക്കൊരു GT 2020 നമുക്കൊരു GT വന്നത് ടോർക്ക് കൺവേർട്ടിലായിരുന്നു. അതും അത്യാവശ്യം ഒരു ഫൺ ഡ്രൈവ് തന്നെയാണ് ഞാൻ ശരിക്കും പറയാം. ഞാൻ ആ ഒരു വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം എൻജിനും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊരു മാനുവലിലേക്ക് വരുമ്പോഴും ഒരു എന്താ പറയുക, ഫൺ ഡ്രൈവ് തന്നെയാണ് ശരിക്കും നമുക്ക് ആ വാഹനം. ഇപ്പോൾ ആ ഒരു 2022 വരെ നമുക്ക് ഇറങ്ങിയ ഒരു വാഹനം, അത് ലാസ്റ്റ് ഇറങ്ങിയതാണ് ലെജൻഡ് എന്ന് പറയുന്നൊരു മോഡൽ ഇറങ്ങിയത്. അതോടെ നമ്മുടെ പോളോ എന്ന് പറയുന്ന ആ വൻ മരം വീണിരിക്കണായിരുന്നു. പിന്നെ മെയിനായിട്ട് 2020 ഒരു കോസ്മെറ്റിക് ചേഞ്ച് എന്ന് പറയാനായിട്ടുള്ളത്. GT എന്ന് പറയുന്ന മോഡലിൻ്റെ ഗ്രില്ലാണ് ആ ഒരു നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു ഹണി ക്രോം ഗ്രില്ലാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ താഴെ തന്നെ വലിയൊരു എയർ ഡാം വരുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് സ്പോട്ടി ആയിട്ടുള്ളൊരു നമുക്കൊരു സ്കേർട്ടിങ് വരുന്നുണ്ട്. ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണെങ്കിൽ നല്ല സ്മോക്കി ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നമുക്ക് ഇതിൽ വരുന്നത്.
അപ്പോൾ ഇതാണ് മെയിനായിട്ട് എല്ലാവർക്കും എടുത്ത് പറയേണ്ടത്. പിന്നെ നമുക്കൊരു ഹൈലൈനിൽ വരുമ്പോൾ നമുക്ക് 16 അലോയ്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ താഴെ വരുന്ന സ്കേർട്ടിങ് നമുക്ക് തൊട്ട് സൈഡിലേക്കും ഈ ഒരു സ്കേർട്ടിങ് പോകുന്നതാണ്. പിന്നെ ബോഡി കളേർഡ് ആയിട്ടുള്ളൊരു ORVയുമാണ് വരുന്നത്. ടേണിംഗ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ORVയും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോളോയുടെ ഇൻറ്റീരിയർ വരുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ഈ ഒരു ഇൻറ്റീരിയർ മൊത്തം വരുന്നത്. ഒരു ഹൈലൈറ്റ് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു 6.5 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോടൈം സിസ്റ്റം വരും, ആപ്പിൾ കാർപ്ലേ വരും, ആൻഡ്രോയിഡ് ഓട്ടോ വരും. പിന്നെ അതുമാത്രമല്ല ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഗൺ മെറ്റലായിട്ടുള്ളൊരു കളറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ക്ലൈമറ്റ് കൺട്രോൾസിൻ്റെ ഒരു ഭാഗം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പ്രീമിയം സെറ്റിങ്സും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ പുതിയ വണ്ടികളിലും വരാത്തൊരു ഇതൊക്കെ തന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കുറവാണെങ്കിലും നമ്മൾ ഈ വാഹനത്തിന് സ്നേഹിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലുക്കാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. ഒരു സ്പോട്ടി ലുക്ക് ഇപ്പോഴും അത് തന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ ലെതർ ഫിനിഷിംഗ് ആണ് നമുക്ക് സ്റ്റിയറിംഗ് വീല് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ക്രൂയിസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വോളിയം കൺട്രോളിൻ്റെ ഓപ്ഷൻസ്, ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും നമ്മുടെ ഓൾഡ് സ്കൂൾ പോലെ തന്നെ നമ്മുടെ മീറ്റർ കൺസോൾ ആണെങ്കിലും ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫൺ ഡ്രൈവാണ് നമുക്ക് ഈ ഒരു വാഹനം മൊത്തത്തിൽ ഇത് തരുന്നത്. പിന്നെ സീറ്റിംഗ് ആണെങ്കിലും അത്യാവശ്യം ഒരു ഫാബ്രിക് സീറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ നമുക്കൊരു 4 വിൻഡോസും പവർ വിൻഡോസൊക്കെ തന്നെയാണ്. എല്ലാവർക്കും പോളോനെ പറ്റി കൂടുതൽ വിവരം എല്ലാ കാര്യങ്ങളും അറിയാം. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു വാഹനം ആയതുകൊണ്ട് എനിക്കൊരു പ്രൗഡ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞത്. ബാക്കിലാണ് കുറച്ച് ഇഷ്യൂസ് വരുന്നത്. ഡ്രൈവ് മെയിനായിട്ട് ഈ വാഹനത്തിൽ ഒരു എന്താ പറയുക ചെറിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ബാക്ക് സീറ്റാണ്. ഒരു ലെഗ് സ്പേസ് വളരെ കുറവാണ്. പക്ഷേ ഡ്രൈവ് ചെയ്യാൻ ഇത്ര സൂപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനം എനിക്ക് വേറൊരു ഞാൻ പല ഹാച്ച് ബാക്ക് വണ്ടികൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഒരു പവർ അത് പറയാൻ പറ്റില്ല. അതൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു നമുക്ക് ഈ ഒരു വോക്സ്വാഗൻ പോളോ ഓടിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പല വെഹിക്കിൾസ് ഓടിച്ചാലും ഈ ഒരു ഫീല് വേറൊരു വാഹനത്തിന് നമുക്ക് കിട്ടില്ല. എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ സർവീസ് കോസ്റ്റാണ് മെയിനായിട്ട് അറിയേണ്ടത്. 4 കൊല്ലമായിട്ട് ഞാനിപ്പോഴും നമ്മുടെ ഷോറൂമിൽ തന്നെയാണ് ഇതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നോർമൽ സർവീസ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കൊരു 6000 ഒരു 8000 ആ ഒരു റേഞ്ചിലാണ് നമുക്കിതിൻ്റെ സർവീസ് വരുന്നത്. നമ്മളെ വൈറ്റിലുള്ള ഏരിയയും വോക്സ്വാഗനിൽ നിന്നാണ് ഞാൻ ഷോറൂമിൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല നോർമൽ സർവീസാണ്, കുഴപ്പമില്ല, തെറ്റില്ലാത്ത സർവീസൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പാർട്സുകളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ 4 കൊല്ലത്തിൻ്റെ ഇടയിൽ എനിക്ക് രണ്ട് പ്രാവശ്യം സെൻസേഴ്സ് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അത് എനിക്ക് എക്സ്റ്റെൻഡ് വാറൻറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു സെൻസേഴ്സിൻ്റെ കാശ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു. ഇനി കൊടുക്കേണ്ടി വരും. ഞാനൊരു വാറൻറ്റി എൻ്റെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി അതിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്. എനിക്ക് ഈ വാഹനത്തിൽ കിട്ടുന്ന ഒരു 11-12ഒക്കെയാണ് നോർമൽ ഡ്രൈവിൽ എനിക്ക് കിട്ടുന്നത്. ലോങ് ഡ്രൈവിൽ പോയാൽ അത്യാവശ്യം എനിക്കൊരു 18 എന്തായാലും ലോങ് ഡ്രൈവിൽ എനിക്ക് ഈ വാഹനത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം ഈ വണ്ടി യൂസ് ചെയ്യാറില്ല. ഈ 4 കൊല്ലമായിട്ട് എനിക്ക് 19,298 എൻ്റെ കിലോമീറ്റർ ഞാനിപ്പോൾ ഓടിച്ചിട്ടുള്ളത്. ഞാൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ഈ വാഹനം എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഡ്രീമാണ് ഈ വാഹനം സ്വന്തമാക്കുക എന്നുള്ളത്. അത് ഞാൻ അച്ചീവ് ചെയ്ത്. എൻ്റെ 2ാമത്തെ പോളോ ആണ്. അപ്പോൾ ഇനിയും പോളോ ഇറങ്ങിയാൽ ഞാൻ ഇനിയും പോളോ വാങ്ങും എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക്. അത്ര ഒരു എന്താ പറയുക ഒരു ഫേവറേറ്റ് കാറാണ് എനിക്ക് പോളോ എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഫേവറേറ്റ് കാർ തന്നെ എനിക്ക് യങ്സ്റ്റേഴ്സിൻ്റെ കൂടുതൽ ഫേവറേറ്റ് കാർ തന്നെയാണ് നമുക്ക് പോളോ എന്ന് പറയുന്നത്. പിന്നെ ഈ വോക്സ്വാഗൻ നമുക്ക് ഈ പോളോ ഞാൻ എടുത്ത ഒരു ടൈം 2020 എനിക്ക് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് 9.5 ലക്ഷം രൂപയായിരുന്നു ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ GT എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ എല്ലാവരും എപ്പോഴും GT എന്ന് പറയുമ്പോഴും എനിക്ക് GT എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫാദറിന് മാനുവൽ അതായിരുന്നു ഇഷ്ടം. പിന്നെ എനിക്കും മാനുവൽ തന്നെയാണ് ഓടിക്കാൻ ഇഷ്ടം. എൻ്റെ മുന്നത്തെ പോളവും മാനുവൽ തന്നെയായിരുന്നു. അപ്പോൾ GTയിലേക്ക് വരുമ്പോൾ നമുക്കൊരു 11 ലക്ഷം രൂപയാണ് അതിലേക്ക് ചേഞ്ച് വരുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ഒരു ഇതിലേക്ക് മാറും. ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇതൊരു 4 ഇയേഴ്സ് ഒരു യൂസർ എക്സ്പീരിയൻസിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ പോളോനെ കുറിച്ച് എല്ലാവർക്കും കൂടുതൽ എല്ലാവർക്കും അറിയുന്നൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സർവീസ് കോസ്റ്റ് ആണെങ്കിലും ഒരു 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ ഈ ഒരു വാഹനത്തെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ പറയുക ഒരു ഫൺ തന്നെയാണ് ഒരു വാഹനം. അതുമാത്രമല്ല എൻ്റെ ഒരു ഫേവറേറ്റ് വാഹനം കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ വോക്സ്വാഗൻ പോളോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും ചങ്കടിപ്പാണ് ഈ ഒരു വാഹനം. അപ്പോൾ അഡ്വാൻസ് ഒരു ഹാപ്പി ന്യൂ ഇയർ കൂടി ഞാൻ പറയാനായിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക. പുതിയൊരു എപ്പിസോഡായിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.